കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം BBA 5th സെമസ്റ്റർ എക്സാം ഡേറ്റ് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. നവംബർ 5-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ വളരെ കുറച്ച് ദിവസം മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ സീരീസ് ഇന്ന് മുതൽ ആരംഭിക്കുകയാണ്. സോ ആദ്യത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റാണ് ഇൻകം ടാക്സ് ലോ ആൻഡ് അക്കൗണ്ട്സ്. ഈ ഒരു സബ്ജക്റ്റിൻ്റെ എൻറ്റയർ ഡീറ്റെയിൽസിലോട്ടാണ് നമ്മളിന്ന് പോകുന്നത്. ഏതൊക്കെയാണ് ഏറ്റവും കൂടുതൽ മാർക്സ് വരുന്ന ചാപ്റ്റേഴ്സ്, എങ്ങനെ ചാപ്റ്റേഴ്സിനെ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കണം, ദെൻ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന essay ചോദ്യങ്ങൾ ഏതൊക്കെയാണ്, ഇതൊക്കെ നമുക്ക് 1 by 1 ആയിട്ട് ഡിസ്കസ് ചെയ്യാം. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം ബികോം BBA സ്റ്റുഡൻസിന് എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓൺലൈനായിട്ട് ലൈവ് ക്ലാസ് ഉണ്ടായിരിക്കും, അതിൻ്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കുകയും ചെയ്യാം. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. നമ്മുടെ പ്രത്യേകത എന്ന് പറയുന്നത് കുറച്ച് സമയം കൊണ്ട് തന്നെ എൻറ്റയർ സബ്ജക്റ്റ് നല്ല രീതിയിൽ പഠിപ്പിച്ച് അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. ദിസ് ഇസ് കിരൺ CS. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു KCS ക്ലാസ്സസ്. സോ നമുക്ക് ആദ്യം തന്നെ ഇൻകം ടാക്സ് ലോ ആൻഡ് അക്കൗണ്ട്സിൻ്റെ സിലബസിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോവുകയാണെങ്കിൽ 5 മൊഡ്യൂളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ബേസിക് കൺസെപ്റ്റ്സ് ആണ്. ടാക്സിൻ്റെ ബേസിക് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള മൊഡ്യൂളാണ് ആദ്യം വരുന്നത്. ദെൻ മൊഡ്യൂൾ നമ്പർ 2 എന്ന് പറയുന്നത് 5 ഹെഡ്സിലെ ആദ്യത്തെ ഇൻകം ഫ്രം സാലറി. ദെൻ മൊഡ്യൂൾ നമ്പർ 3 എന്ന് പറയുന്നത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. മൊഡ്യൂൾ നമ്പർ 4 PGBP. ദെൻ മൊഡ്യൂൾ നമ്പർ 5 ക്യാപിറ്റൽ ഗെയിൻ ആൻഡ് ഇൻകം ഫ്രം അതർ സോഴ്സസ്. അപ്പോൾ 5 ഹെഡ്സ് വരെയാണ് നമുക്ക് 5th സെമസ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ നമുക്ക് 6th സെമസ്റ്ററിൽ ഇൻകം ടാക്സ് ആൻഡ് GSTയുടെ ആദ്യത്തെ 2 മൊഡ്യൂളായിട്ട് പഠിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പഠിക്കുന്ന കാര്യങ്ങൾ ആരും മറന്നു പോകരുത്. അപ്പോൾ കുട്ടികളെ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യത്തിനുള്ള മറുപടി ഇപ്പം തന്നെ പറയാം. ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന മൊഡ്യൂൾസ് ഏതൊക്കെയാണ്, ടോപ്പിക്സ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ essay ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്, ഇതാണ് ആദ്യം ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, നമുക്ക് 4 essay വരുന്നതിൽ 1 തിയറി ചോദ്യവും ബാക്കി 3 പ്രോബ്ലംസ് ആണ് സാധാരണ കണ്ടുവരാറ്. സോ ഇതിലെല്ലാ പ്രാവശ്യവും പ്രോബ്ലം ആയിട്ട് ഇൻകം ഫ്രം സാലറി മസ്റ്റ് ആണ്, ഷുവർ ക്വസ്റ്റ്യൻ. ദെൻ PGBP പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ, അതിൽ നിന്ന് ഇൻകം ഫ്രം ബിസിനസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോബ്ലം എല്ലാ പ്രാവശ്യം വരുന്നതാണ്. ദെൻ നെക്സ്റ്റ് ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്നൊരു essay ഇടാറുണ്ട്, ക്യാപിറ്റൽ ഗെയിൻ. അപ്പോൾ ഈ 4 ഹെഡ്സിലെ ഏതെങ്കിലും 3 ഹെഡ്സിൽ നിന്നാണ് essay ചോദിക്കാറ്. കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇൻകം ഫ്രം സാലറി, ദെൻ ഹൗസ് പ്രോപ്പർട്ടി, അതുപോലെ തന്നെ ക്യാപിറ്റൽ ഗെയിൻ, ഈ 3 ഹെഡ്സിൽ നിന്നാണ് essay പ്രോബ്ലംസ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ദെൻ തിയറി ആയിട്ട് എല്ലാ പ്രാവശ്യം ചോദിക്കുന്ന ആ ചോദ്യം തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചത്, എക്സംപ്റ്റഡ് ഇൻകംസ്. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ചോദ്യം. ഏതെങ്കിലും ഒരു 10-15 എണ്ണം നമുക്ക് പഠിച്ചു വയ്ക്കാം. അത് തിയറി ചോദ്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം വേണമെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇൻകം ഫ്രം സാലറി, ഇൻകം ഫ്രം ബിസിനസിൻ്റെ ഒരു പ്രോബ്ലം PGBP, ദെൻ ഹൗസ് പ്രോപ്പർട്ടി. ക്യാപിറ്റൽ ഗെയിനിന് പകരം വേണമെങ്കിൽ ഹൗസ് പ്രോപ്പർട്ടി. അപ്പോൾ 4 ഹെഡ്സിലെ 3 ഹെഡ്സാണ് എല്ലാ പ്രാവശ്യവും പ്രോബ്ലം ആയിട്ട് വരാറ്. പിന്നൊരു തിയറി ചോദ്യം, അത് എക്സംപ്റ്റഡ് ഇൻകം ആവാം, അതല്ലെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ്റെ ഡിഡക്ഷൻസ്, ക്യാപിറ്റൽ ഗെയിൻ്റെ ചാപ്റ്ററിൽ നിന്ന് തിയറി ചോദിക്കാം. ദെൻ അലവൻസസ് സാലറിയിൽ നിന്ന് ചോദിക്കാം, പെർക്വിസിറ്റ് ചോദിക്കാം, അതല്ലെങ്കിൽ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൻ്റെ ബേസിക് തിയറി, അങ്ങനെ ഏതെങ്കിലും ഒരു ചോദ്യം തിയറി ആയിട്ടും വരാറുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, essay വരുന്നത് ഇങ്ങനെയാണ്. ഇനി ഏറ്റവും കൂടുതൽ മാർക്സ് വരുന്ന ചാപ്റ്റർ എഴുതാൻ ചോദിക്കുകയാണെങ്കിൽ നമ്പർ 2 രണ്ടാമത്തെ മൊഡ്യൂളായിട്ടുള്ള ഇൻകം ഫ്രം സാലറിയിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ വരാറുണ്ട്. ബട്ട് സ്മാർട്ടായിട്ട് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ചാപ്റ്റേഴ്സാണ് HP-യും ക്യാപിറ്റൽ ഗെയിനും. ഇതിൻ്റെ പ്രത്യേകത, ചെറിയ ചാപ്റ്റേഴ്സാണ്, കുറച്ച് പഠിച്ച് ഒരുപാട് മാർക്സ് സ്കോർ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കുമ്പോൾ ആദ്യത്തെ മൊഡ്യൂൾ ബേസിക് മൊഡ്യൂൾ പഠിച്ചതിന് ശേഷം HP പഠിക്കുക, ദെൻ ക്യാപിറ്റൽ ഗെയിൻ പഠിക്കുക, അതിനുശേഷം നിങ്ങൾ
ഈ പറയുന്ന സാലറി, PGBP, അതർ സോഴ്സ്, ഈ രീതിയിൽ പഠിക്കാൻ ശ്രമിക്കുക. അതിൻ്റെ ഗുണം എന്താ? നിങ്ങൾ ബേസിക്സ് പഠിച്ച് HP-യും ക്യാപിറ്റൽ ഗെയിനും ഈ ടോട്ടൽ 3 ടോപ്പിക്സ് പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾ പാസ്സാകാനുള്ള മാർക്കിനേക്കാൾ കൂടുതൽ അവിടെ നേടിക്കഴിഞ്ഞു. കാരണം ക്യാപിറ്റൽ ഗെയിനിൽ നിന്നോ HP-യിൽ നിന്നോ ചിലപ്പോൾ രണ്ടിൽ നിന്നും essay കിട്ടാനുള്ള സാധ്യതയുണ്ട്. ദെൻ 2 മാർക്സ് ചോദ്യങ്ങൾ, 5 മാർക്സ് നിർബന്ധമായും പ്രതീക്ഷിക്കാം. 2 മാർക്സിൻ്റെ ഒരുപാട് ചോദ്യങ്ങൾ ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്നും പ്രതീക്ഷിക്കാം, 5 മാർക്കിൻ്റെയും. അങ്ങനെ നമുക്ക് നിർബന്ധമായും എക്സ്പെക്ട് ചെയ്യാം ആദ്യത്തെ ഈ പറഞ്ഞ 3 ടോപ്പിക്സ്. ഏതൊക്കെ? ബേസിക്സ്, ദെൻ HP, ക്യാപിറ്റൽ ഗെയിൻ. ഇത്ര മാത്രം പഠിക്കുമ്പോൾ തന്നെ നമ്മൾ പാസ് മാർക്കിനേക്കാൾ കൂടുതൽ അവിടെ സ്കോർ ചെയ്യാൻ സാധിക്കും. പ്രത്യേകത എന്താ? കുറച്ച് പഠിച്ച് ഷുവറായിട്ട് പാസ്സാവാൻ പോവാണ്. ദെൻ ഇൻകം ഫ്രം സാലറിയും PGBP എന്ന് പറയുന്നത് അത്യാവശ്യം വലിയ ടോപ്പിക്സ് ആണ്. അപ്പോൾ ഹൈ മാർക്സിലോട്ട് പോകാൻ പിന്നെ ഈ പറയുന്ന സാലറി, PGBP, അതർ സോഴ്സ് ചെറുതാണ്, ആ ഏരിയാസിലോട്ട് പോകാം. അപ്പോൾ ഈ രീതിയിൽ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കാൻ നിങ്ങൾ നിർബന്ധമായും ശ്രമിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്കിനി ഓരോ ചാപ്റ്റർ വൈസ് ഡീറ്റെയിൽസിലോട്ട് പോകാം. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. എപ്പോഴും കുട്ടികൾ ചോദിക്കുന്ന ആദ്യത്തെ 1-2 ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ഇപ്പോൾ പറഞ്ഞത്. പാസ്സാകാൻ നിങ്ങൾ എന്തായാലും ഫോക്കസ് ചെയ്യേണ്ടതും ഹൈ മാർക്സിലോട്ട് പോകാൻ പിന്നെ നിങ്ങൾ എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ മൊഡ്യൂള് ബേസിക് കൺസെപ്റ്റ്സ് ആണ്. ബേസിക് കൺസെപ്റ്റ്സ് എന്ന് പറയുന്ന ഈ പറയുന്ന മൊഡ്യൂളിൽ 3 ചാപ്റ്റേഴ്സ് ഉണ്ട്. നമ്പർ 1 ബേസിക് കൺസെപ്റ്റ് തന്നെ. ദെൻ പിന്നെ അഗ്രികൾച്ചറൽ ഇൻകം, പിന്നെ എക്സംപ്റ്റഡ് ഇൻകം. ഇതിൽ അഗ്രികൾച്ചറൽ ഇൻകം ചാപ്റ്ററിൽ നിന്നൊന്നും വരാറില്ല. ജസ്റ്റ് എന്താണ് അഗ്രികൾച്ചറൽ ഇൻകം എന്ന് നോക്കുക. എക്സംപ്റ്റഡ് ഇൻകം ഏതെങ്കിലും ഒരു കുറച്ച് പഠിച്ചു വയ്ക്കുക ബൈ ഹാർട്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 2-3 വേണമെങ്കിൽ നോക്കാം, 2 മാർക്കിൻ്റെ ആയിട്ട് ചോദിക്കാം. അതല്ലെങ്കിൽ essayക്ക് ചോദിക്കാം. ബട്ട് നമ്മൾ അത് essayക്ക് ചോദിച്ചിട്ട് എഴുതാണ്ടിരിക്കുക നല്ലത്. കാരണം പ്രോബ്ലം ചെയ്യുമ്പോഴാണ് നമുക്ക് ഹൈ സ്കോർ ചെയ്യാൻ സാധിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് മൊഡ്യൂൾ നമ്പർ 1 ആദ്യത്തെ ഈ ഒരു ചാപ്റ്റർ തന്നെയാണ്. ബേസിക് കൺസെപ്റ്റ്സിൽ നമുക്ക് എന്താണ് CBDT എന്നുള്ളത് പഠിച്ചു വയ്ക്കണം. ഡയറക്റ്റ് ടാക്സ് എന്താണെന്ന് പഠിച്ചു വയ്ക്കണം. CBDT പലപ്പോഴും 2 മാർക്കിന് ചോദിക്കാറുള്ളതാണ്. ദെൻ 2 മാർക്സിന് റിപ്പീറ്റ് ചോദ്യം. അസസി ആരാണ്? ഷുവർ ക്വസ്റ്റ്യൻ. ഡീംഡ് അസസി ആരാണ്? ഷുവർ ക്വസ്റ്റ്യൻ. നിർബന്ധമായും പഠിച്ചിരിക്കണം. അസസി ഇൻ ഡിഫോൾട്ട് ആരാണ്? ഇതൊക്കെ റിപ്പീറ്റ് ചോദ്യമാണ്. അസസ്മെന്റ് എന്താണ്? അസസ്മെന്റ് ഇയർ എന്താണ്? പ്രീവിയസ് ഇയർ എന്താണ്? ഇതൊക്കെ റിപ്പീറ്റ് 2 മാർക്സ് ചോദ്യങ്ങളാണ്. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ദെൻ അതിനുശേഷം പേഴ്സൺ ആരാണ്? 2 മാർക്ക് ചോദ്യം. ദെൻ അതിനുശേഷം 5 മാർക്കിന്റെ തിയറി ചോദ്യമാണ്. എക്സംഷൻസ് ടു ദി ജനറൽ റൂൾ ഓഫ് പ്രീവിയസ് ഇയർ. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. 5 മാർക്കിൻ്റെ പലപ്പോഴും റിപ്പീറ്റ് ആയിട്ട് വരുന്ന ചോദ്യമാണ്. ദെൻ 2 മാർക്സ് ചോദ്യം. ഗ്രോസ് ടോട്ടൽ ഇൻകം എന്താണ്? ടോട്ടൽ ഇൻകം എന്താണ്? ദെൻ അതുപോലെ തന്നെ കാഷ്വൽ ഇൻകം എന്താണ്? ഇതൊക്കെ 2 മാർക്കിന്റെ ചോദ്യത്തിൽ റിപ്പീറ്റ് ആയിട്ട് വരുന്നതാണ്. ഇനി നെക്സ്റ്റ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്താണ്? റെസിഡൻഷ്യൽ സ്റ്റാറ്റസിന്റെ കാൽക്കുലേഷൻ 5 മാർക്കിന്റെ ഒരു പ്രോബ്ലം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. റെസിഡൻഷ്യൽ സ്റ്റാറ്റസിന്റെ പ്രോബ്ലം. ദെൻ ഇതിൽ റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ്, റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ്, ദെൻ നോൺ റെസിഡന്റ് ഇന്ത്യൻ, ഡീംഡ് റെസിഡന്റ്, ഇതൊക്കെ ആരാണെന്നുള്ള ചോദ്യം 2 മാർക്കിന്റെ തിയറി ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. ദെൻ വേണമെങ്കിൽ essayയിൽ ഇതിന്റെ തിയറി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യവും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിന്റെ പ്രോബ്ലം നിർബന്ധമായും പഠിച്ചു വെക്കുക. പ്രോബ്ലം വന്നിട്ടില്ലെങ്കിൽ നമുക്ക് അപ്പുറത്ത് അതിന്റെ തിയറിയും പ്രതീക്ഷിക്കാം. റെസിഡൻഷ്യൽ സ്റ്റാറ്റസോ അതല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് ഇൻസിഡൻസ് ഓഫ് ടാക്സോ ഇതിലേതെങ്കിലും ഒരെണ്ണം മാത്രമാണ് 5 മാർക്കിന്റെ പ്രോബ്ലം ആയിട്ട് ഇതിൽ നിന്ന് വരാറ്. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇൻസിഡൻസ് ഓഫ് ടാക്സ് ചോദിക്കാറില്ല. ഇൻസിഡൻസ് ഓഫ് ടാക്സ് വരാണെങ്കിൽ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ചോദിക്കാറില്ല. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഇതിലേതെങ്കിലും ഒരു ടോപ്പിക്കാണ് കണ്ടുവരാറ്. അപ്പോൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്തായാലും പഠിച്ചു വയ്ക്കുക, ഈസിയാണ്. പിന്നെ ഞാൻ പറഞ്ഞു ഇൻസിഡൻസ് ഓഫ് ടാക്സ് ആണ് നെക്സ്റ്റ് ഉള്ളത്. അതിൽ നിങ്ങൾക്കറിയാം ആ ഒരു ടേബിൾ പഠിക്കുക. ഇൻകം അക്രൂഡ് ഇൻ ഇന്ത്യ, റൈസഡ് ഇൻ ഇന്ത്യ, കൺട്രോൾഡ് ഇൻ ഇന്ത്യ. സോ ആ ഒരു കാര്യം വൃത്തിക്ക് പഠിച്ചാൽ 5 മാർക്ക്. അപ്പോൾ ഇതിലേതെങ്കിലും ഒരെണ്ണേ വരല്ലോ, 2ഉം കൂടിയിട്ട് വരാറില്ല കേട്ടോ. സോ ഇതാണ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് പിന്നെ ഉള്ളത് മാർജിനൽ റിലീഫ് എന്താണ്? 2 മാർക്കിൻ്റെ ചോദ്യത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം മാർജിനൽ റിലീഫ് എന്താണ്. പിന്നെ ഇതൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് നോക്കിയേ
2 മാർക്കിൻ്റെ മിനിമം 3 എണ്ണം പ്രതീക്ഷിക്കാം. അപ്പോൾ ഒരു 6 മാർക്ക്, 5 മാർക്കിൻ്റെ എന്തായാലും ഒരെണ്ണം പ്രതീക്ഷിക്കാം. അപ്പോൾ 6 × 11 മുതൽ 13 മാർക്ക് വരെ ചോദ്യങ്ങളാണ് നമ്മൾ ഈ പറയുന്ന ആദ്യത്തെ ചാപ്റ്ററിൽ നിന്ന് സാധാരണ കണ്ടുവരാറ്. ഓക്കെ, ഇനി അഗ്രികൾച്ചറൽ ഇൻകത്തിലോട്ട് പോകുമ്പോൾ എന്താണ് അഗ്രികൾച്ചറൽ ഇൻകം എന്ന് മാത്രം നോക്കുക. അതങ്ങനെ കണ്ടുവരാറില്ല, വെറുതെ നേരം കളയരുത്. അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് എക്സംപ്റ്റഡ് ഇൻകം എന്ന് പറഞ്ഞിട്ടുള്ള ഏരിയാസിലോട്ട് പോവുകയാണെങ്കിൽ ഒരുപാട് എക്സംപ്റ്റഡ് ഇൻകം അവിടെ കാണാം. നിങ്ങൾ വേണമെങ്കിൽ കുറച്ച് നോക്കി വെക്കാം. ഞാൻ പറഞ്ഞു 2 മാർക്കിൻ്റെ ചോദ്യത്തിൽ വരാണെങ്കിൽ ഒരു 3 എക്സംപ്റ്റഡ് ഇൻകം, SCക്ക് ചോദിക്കുകയാണെങ്കിൽ ഒരു 10 എണ്ണം. അത് വെറുതെ പോയിന്റ് ഔട്ട് ചെയ്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്യലാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ എന്താ പറയുക, SCക്ക് വരാണെങ്കിൽ പ്രോബ്ലത്തിലോട്ട് പോകാനേ ഞാൻ പറയുള്ളൂ. ടൈമിൻ്റെ ബേസിൽ അവസാനം മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിൽ ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്ന ആദ്യത്തെ ആ ഒരു ടോപ്പിക്ക് തന്നെയാണ് നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ മെയിൻ ടോപ്പിക്സിലോട്ട് കിടക്കുകയാണ്. കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം അണ്ടർ ഡിഫറെൻറ്റ് ഹെഡ്സ്. അതിൽ ആദ്യത്തെ ഹെഡ് ഇൻകം ഫ്രം സാലറി. അപ്പോൾ ഞാൻ പറഞ്ഞു essay 2 മാർക്സ് ചോദ്യങ്ങൾ, 5 മാർക്സിൻ്റെ ചോദ്യങ്ങൾ, 3 പാർട്ടിലും ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു ചാപ്റ്ററാണ് ഇൻകം ഫ്രം സാലറി. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ എന്താണ് ഈ പറയുന്ന സാലറി എന്താണെന്നുള്ളത് നോക്കാം. അതിൻ്റെ ബേസിക് കാര്യങ്ങൾ. അഡ്വാൻസ് സാലറി 2 മാർക്സിൻ്റെ ചോദ്യം നോക്കി വയ്ക്കുക. ദെൻ കറക്റ്റായിട്ട് അതിൻ്റെ ഫോമാറ്റും കാര്യങ്ങളൊക്കെ നോക്കുക. ദെൻ നെക്സ്റ്റ് വരുന്നത് അലവൻസസ് എന്താണ്, 2 മാർക്സിൻ്റെ ചോദ്യം നിർബന്ധമായും പഠിച്ചു വയ്ക്കുക. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ഈ പറയുന്ന അലവൻസസിൽ ഏതെങ്കിലും ഒരു അലവൻസ് എന്താണെന്നുള്ളത് 2 മാർക്കിൻ്റെ ചോദ്യത്തിൽ കണ്ടുവരാറുള്ളതാണ്. അതുമാത്രമല്ല അലവൻസസിനെ പറ്റിയിട്ടുള്ള തിയറി എഴുതാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ചോദിക്കാം. ഫുള്ളി എക്സംപ്റ്റഡ് അലവൻസ്, പാർട്ട്ലി എക്സംപ്റ്റഡ് അലവൻസ്, ഫുള്ളി ടാക്സബിൾ അലവൻസ്, അതിൽ ഏതൊക്കെയാണെങ്കിൽ അത് നോക്കി വയ്ക്കുക. അതിൽ 5 മാർക്കിൻ്റെ ചോദ്യത്തിൽ പലപ്പോഴും കണ്ടുവരാറുള്ളത് HRA കാൽക്കുലേഷനാണ്. നിർബന്ധമായും പഠിച്ചു വയ്ക്കുക HRA കാൽക്കുലേഷൻ. പിന്നെ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട കുറച്ച് അലവൻസസ് എന്ന് പറയുന്നത് ഇപ്പോൾ ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ്, ചിൽഡ്രൻ ഹോസ്റ്റൽ അലവൻസ്, സിറ്റി കോമ്പൻസേറ്ററി അലവൻസ്, എൻ്റർടൈൻമെൻറ്റ് അലവൻസ്, ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ 2 മാർക്കിൻ്റെ ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ സാധിക്കണം. പിന്നെ നമ്മൾക്ക് ഫുൾ പ്രോബ്ലം ഇൻകം ഫ്രം സാലറി ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന എല്ലാ അലവൻസസും നല്ല രീതിയിൽ പഠിച്ചിരിക്കണം. അപ്പോൾ അതിൽ HRA നിർബന്ധമായി നോക്കി വയ്ക്കുക. 5 മാർക്കിൻ്റെ നമുക്ക് സെപ്പറേറ്റ് ചോദിക്കുക കേട്ടോ, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. സോ അതാണ് അലവൻസസിനെ പറ്റിയിട്ട് പറയാനുള്ളത്. അതിനുശേഷം പെർക്വിസിറ്റ് ആണ്. അതിലും ഫുള്ളി ടാക്സബിൾ, പാർഷ്യലി ടാക്സബിൾ, ഫുള്ളി എക്സംപ്റ്റഡ് ഉണ്ട്. അവിടെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് 5 മാർക്കിൻ്റെ പ്രോബ്ലം എന്താണ്, റെന്റ് ഫ്രീ അക്കോമഡേഷൻ്റെ പ്രോബ്ലം ആണ്. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. 5 മാർക്കിൻ്റെ പ്രോബ്ലത്തിൽ ഒന്നുകിൽ HRA അതല്ലെങ്കിൽ റെന്റ് ഫ്രീ അക്കോമഡേഷൻ, ഇതിലേതെങ്കിലും ഒരെണ്ണമാണ് നമ്മൾ 5 മാർക്കിൻ്റെ പ്രതീക്ഷിക്കുന്ന പ്രോബ്ലം എന്ന് പറയുന്നത് ഇതിൽ നിന്ന്. അപ്പോൾ നിർബന്ധമായും പഠിച്ചിരിക്കണം 5 മാർക്സിൻ്റെ. ദെൻ അതിനുശേഷം റെന്റ് ഫ്രീ അക്കോമഡേഷന് ശേഷം പിന്നെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് നെക്സ്റ്റ് കാറിൻ്റെ കാര്യങ്ങളുണ്ട്. അതിൽ സ്പെസിഫൈഡ് എംപ്ലോയി ആരാണ് 2 മാർക്കിൻ്റെ ചോദ്യത്തിൽ ചോദിക്കും. സ്പെസിഫൈഡ് എംപ്ലോയി നിർബന്ധമായും പഠിച്ചിരിക്കുക. പിന്നെ കാറിൻ്റെ ബേസിക് കാര്യങ്ങൾ, ടാക്സബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ അത് നോക്കി വയ്ക്കുക. പിന്നെ തിയറി ആയിട്ട് പ്രൊവിഡൻറ്റ് ഫണ്ടിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ്. പ്രൊവിഡൻറ്റ് ഫണ്ട്, അതിൽ പലതരത്തിലുള്ള പ്രൊവിഡൻറ്റ് ഫണ്ട് നിർബന്ധമായും പഠിക്കണം. SPF, RPF, ദെൻ URPF, PPF സെപ്പറേറ്റ് തിയറി ആയിട്ട് ചോദിക്കാറുണ്ട്. പിന്നെ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും ആവശ്യം വരുന്നതാണ്. അപ്പോൾ PF വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ അതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് വരുന്നത് റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സ് ആണ്. അപ്പോൾ നമുക്ക് ഈ പറയുന്ന ഇൻകം ഫ്രം സാലറി കണ്ടുപിടിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വേണ്ടതായിട്ട് വരുന്നത്, ഗ്രോസ് സാലറിയിലോട്ട് എത്താൻ ഏറ്റവും കൂടുതൽ വേണ്ടതായിട്ട് വരുന്നത് അലവൻസസിൻ്റെ കാര്യങ്ങൾ നമ്പർ 1, പെർക്വിസിറ്റിൻ്റെ കാര്യങ്ങൾ, അലവൻസസിലെ HRAയും റെന്റ് ഫ്രീ പെർക്വിസിറ്റിലെ റെന്റ് ഫ്രീ അക്കോമഡേഷനും നിർബന്ധമായും പഠിച്ചു വയ്ക്കുക. ഡീറ്റെയിൽഡ് ആയിട്ട് അലവൻസസിൽ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക. സിറ്റി കോമ്പൻസേറ്ററി അലവൻസ്, അതുപോലെ തന്നെ ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ്, ചിൽഡ്രൻ ഹോസ്റ്റൽ അലവൻസ്, ഇതൊക്കെ കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് അലവൻസ്, ഇതൊക്കെ നിർബന്ധമായി നോക്കി വയ്ക്കുക. പെർക്വിസിറ്റിൽ ഞാൻ പറഞ്ഞു റെന്റ് ഫ്രീ അക്കോമഡേഷൻ ഉണ്ട്. പിന്നെ സ്പെസിഫൈഡ് എംപ്ലോയി ആരാണ്, കാറിൻ്റെ കാര്യങ്ങൾ, പിന്നെ ഞാൻ പറഞ്ഞ PF ഡീറ്റെയിൽ ആയിട്ട് നോക്കാം കേട്ടോ.
പിന്നെ നെക്സ്റ്റ് നമുക്ക് ഈ പറയുന്ന റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് ആണ്. റിട്ടയർമെൻറ്റ് ബെനിഫിറ്റിലെ ഗ്രാറ്റുവിറ്റി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്. നമുക്ക് 5 മാർക്കിൻ്റെ എപ്പോഴും വരുന്നതാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ടായിരുന്നു. ഗ്രാറ്റുവിറ്റി കാൽക്കുലേഷൻ നിർബന്ധമായും പഠിച്ചു വയ്ക്കുക കേട്ടോ. ലീവ് എൻകാഷ്മെൻ്റ് ഒക്കെ എന്താണെന്ന് നോക്കി വയ്ക്കാം. റിപ്പീറ്റ് അല്ല, പെൻഷനാണെങ്കിലും കൂടുതൽ നമുക്ക് പ്രതീക്ഷിക്കുന്നത് ഈ പറയുന്ന ഗ്രാറ്റുവിറ്റി ആണ്. പിന്നെ ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 16 അത് ചില സമയത്ത് തിയറി ആയിട്ട് ചോദിക്കാറുണ്ട്. ഡിഡക്ഷൻ, സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ, എൻ്റർടൈൻമെൻറ്റ് അലവൻസ്, പിന്നെ പ്രൊഫഷണൽ ടാക്സിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് ഇൻകം ഫ്രം സാലറി കണ്ടുപിടിക്കുമ്പോൾ ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 16 പഠിക്കേണ്ടതാണ്. പിന്നെ ഞാൻ പറഞ്ഞു എസ്ഐക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതൊക്കെ നോക്കി വയ്ക്കണം. അപ്പോൾ ഇങ്ങനെ 2 മാർക്കിൻ്റെ മിനിമം നമുക്കൊരു 2 ചോദ്യങ്ങൾ ഇതിൽ നിന്ന് വരും. 4 മാർക്ക്, ചിലപ്പോൾ 3 എണ്ണം വരാം, ഒരു 6 മാർക്ക് പിടിക്കാം. 5 മാർക്കിൻ്റെ എന്തായാലും ഒരെണ്ണം പ്രതീക്ഷിക്കാം. അപ്പോൾ 6 5 11, എസ്ഐക്ക് 10 മാർക്ക് എന്തായാലും ഒരെണ്ണം ഉണ്ടാവും. അപ്പോൾ ഒരു 21 മുതൽ 25 മാർക്ക് വരെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു മൊഡ്യൂളാണ് ഇൻകം ഫ്രം സാലറി. ഓക്കെ, 5 മാർക്കിന് 2 എണ്ണം വരും. ഗ്രാറ്റുവിറ്റി ഒരെണ്ണം, പിന്നെ HRA ഓർ ആൻഡ് ഫ്രീ അക്കോമഡേഷൻ. അതാ പറഞ്ഞ മോർ ദാൻ 25 മാർക്സ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ചാപ്റ്ററാണ് ഇൻകം ഫ്രം സാലറി. സോ ദാറ്റ്സ് അബൌട്ട് ആ ഒരു ടോപ്പിക്ക്. നെക്സ്റ്റ് ഇൻകം ഫ്രം HP ആണ്. ഞാൻ പറഞ്ഞു ബേസിക് ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആണ്. പ്രത്യേകത എന്താ? ചെറിയ ചാപ്റ്റർ ഒരുപാട് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ഒരൊറ്റ ഫോമാറ്റ് പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കുന്ന ഒരു ചാപ്റ്ററാണ്. ഒറ്റ ഫോമാറ്റ് ഉള്ളോ? എന്താ? MRV ഓർ FRV വിച്ച് എവർ ഈസ് ഹയർ, ദെൻ അത് സ്റ്റാൻഡേർഡ് റെൻറ്റുമായിട്ട് കമ്പയർ ചെയ്യുന്നു, വിച്ച് എവർ ഈസ് ലെസ്, എക്സ്പെക്ട് റെൻറ്റ് കിട്ടി, എക്സ്പെക്ട് റെൻറ്റ് ഓർ ആക്ച്വൽ റെൻറ്റ് വിച്ച് എവർ ഈസ് ഹയർ, അതാണ് നമുക്ക് ഗ്രോസ് ആനുവൽ വാല്യൂ വരുന്നത്. അതിൽ നിന്ന് നമുക്ക് ഈ പറയുന്ന മുനിസിപ്പൽ ടാക്സ് കാര്യങ്ങൾ കുറയ്ക്കുന്നു. പിന്നെ നമുക്ക് ആനുവൽ വാല്യൂവിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നു. ആനുവൽ വാല്യൂവിൽ നിന്ന് നമുക്ക് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 24 പ്രകാരം 3 ഐറ്റംസ് കുറയ്ക്കാൻ ഒറ്റ ഫോമാറ്റാണ്. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 30% ഓഫ് ആനുവൽ വാല്യൂ, പ്രീവിയസ് ഇയർ ഇൻട്രസ്റ്റ് ഓൺ ലോൺ, പിന്നെ അരിയർ ഇൻട്രസ്റ്റിൻ്റെ 1/5. നമുക്ക് എന്ത് കിട്ടി? ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി നമുക്ക് എത്രയാണെന്നുള്ളത് കിട്ടി. പിന്നെ അഡീഷണൽ ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഓരോരോ കേസിൽ സെൽഫ് ഓക്യുപ്പൈഡ് വരുമ്പോൾ എങ്ങനെയാണ് അല്ലേ, അതൊന്നും നോക്കി വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് പരിപാടി കഴിഞ്ഞു. അപ്പോൾ ക്വിക്കായിട്ട് പഠിച്ച് ഹൈ മാർക്സ് സ്കോർ ചെയ്യാൻ സാധിക്കുന്ന ഒരു ചാപ്റ്ററാണ്. അപ്പോൾ ഇതിൽ എന്താണ് ആനുവൽ വാല്യൂ എന്നുള്ളത് നിർബന്ധമായും പഠിച്ചു വയ്ക്കുക. 2 മാർക്കിൻ്റെ വരും. പിന്നെ റെൻറ്റിൽ കോമ്പോസിറ്റ് റെൻറ്റ് എന്താണ്? 2 മാർക്കിൻ്റെ ചോദ്യം നിർബന്ധമായും പഠിച്ചു വയ്ക്കുക. പിന്നെ ഈ പറയുന്ന ആനുവൽ വാല്യൂവിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു MRV, FRV, എക്സ്പെക്ട് റെൻറ്റ്, ആക്ച്വൽ റെൻറ്റ്, ഇതൊക്കെ എന്താണെന്ന് പഠിച്ചു വയ്ക്കുക. 2 മാർക്കിൻ്റെ സെപ്പറേറ്റ് പ്രതീക്ഷിക്കാം. ആനുവൽ വാല്യൂ ഞാൻ എന്തായാലും നോക്കണമെന്ന് പറഞ്ഞു. ഗ്രോസ് ആനുവൽ വാല്യൂ 2 മാർക്കിൻ്റെ ചോദ്യം. അപ്പോൾ ഇതൊക്കെയാണ് 2 മാർക്സിൻ്റെ. പിന്നെ 5 മാർക്കിൻ്റെ ഒരെണ്ണം ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം. എസ്സേക്കും ഇപ്പോൾ ഇടുന്നുണ്ട്, കാരണം 4 എസ്സേ വരുന്നത് കൊണ്ട് തന്നെ. സെപ്പറേറ്റ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 24 എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും വരാറുണ്ട്. അതിൽ 30% ഓഫ് ആനുവൽ വാല്യൂ, പ്രീവിയസ് ഇയർ ഇൻട്രസ്റ്റ് ഓൺ ലോൺ, 1/5 ഓഫ് അരിയർ ഇൻട്രസ്റ്റ്, ഇതൊക്കെ എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ ദാറ്റ്സ് അബൌട്ട് നമുക്ക് അതാ പറഞ്ഞ 2 മാർക്കിൻ്റെ ഈ പറഞ്ഞ ഏതെങ്കിലും തിയറി ചോദ്യങ്ങൾ, ആനുവൽ വാല്യൂ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് 5 മാർക്കിൻ്റെ ഒരെണ്ണം, എസ്സേക്ക് ഒരെണ്ണം, ഒരു 10 15 ഒരു 20 മാർക്ക് നമുക്ക് ക്വിക്കായിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കുന്ന ഒരു ചെറിയ ചാപ്റ്ററാണ് HP. ഓക്കെ, മൂവിങ് ടു നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് PGBP ആണ്, പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓഫ് പ്രൊഫഷൻ. 2 മാർക്കിൻ്റെ ചോദ്യം ഒരു 2 എണ്ണം, ദെൻ എസ്സേ ഒരെണ്ണം, ദെൻ 5 മാർക്കിൻ്റെ ഡിപ്രീസിയേഷൻ ഒരു ടോപ്പിക്. അങ്ങനെ 15ഉം ഒരു 20 മാർക്ക് നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന ഒരു മൊഡ്യൂളാണ്. അത്യാവശ്യം ഡെപ്തിൽ പഠിക്കാനുണ്ട്. ആ ഫോമാറ്റ് പഠിച്ചു വയ്ക്കുക ആദ്യം തന്നെ. ബിസിനസ് കണ്ടുപിടിക്കാൻ ഒരു ഫോമാറ്റ് ഉണ്ട്, ദെൻ അതിൻ്റെ ഓപ്പോസിറ്റാണ് പ്രൊഫഷൻ്റെ വരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യം ഡിപ്രീസിയേഷൻ്റെ ഒരു കാര്യങ്ങളുണ്ട്, അത് അവസാനം നോക്കിയാലും മതി. അതിൽ ബ്ലോക്ക് ഓഫ് അസറ്റ്സ് എന്താണ്? 2 മാർക്കിൻ്റെ ചോദ്യം. അഡീഷണൽ ഡിപ്രീസിയേഷൻ എന്താണ്? 2 മാർക്കിൻ്റെ ചോദ്യം. ദെൻ ഡിപ്രീസിയേഷൻ്റെ ഒരു പ്രോബ്ലം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും വരുന്നതാണ്, നിർബന്ധമായി നോക്കിയിരിക്കണം. 5 മാർക്കിൻ്റെ കേട്ടോ ഡിപ്രീസിയേഷൻ്റെ ഒരു പ്രോബ്ലം. പിന്നെ ഞാൻ പറഞ്ഞു മെയിനായിട്ടുള്ള എസ്സേ ചോദ്യമാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അതിൽ ഡിസലൗഡ് ഐറ്റംസ് ആ ഇൻകം ഫ്രം ബിസിനസ്സിൻ്റെ ഫോമാറ്റ് പഠിച്ചു വയ്ക്കുക. നമുക്ക് ഇൻകം ഫ്രം ബിസിനസ്സിൻ്റെ ഒരു പ്രോബ്ലം എസ്സേക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ബിസിനസ് ചോദിച്ചില്ലെങ്കിൽ പ്രൊഫഷനായിരിക്കാം ചോദിക്കുക. അതിൻ്റെ ഓപ്പോസിറ്റാണ് പ്രൊഫഷൻ വരിക. 10 മാർക്കിൻ്റെ ഒരു എസ്സേ ആണ് നമ്മൾ മെയിനായിട്ട്
അപ്പോൾ ബിസിനസ്സോ പ്രൊഫഷനോ ഏതെങ്കിലും ഒരെണ്ണം എസ്സേക്ക് വരും. കൂടുതൽ കണ്ടുവരുന്ന ഇൻകം ഫ്രം ബിസിനസ് ആണ്. പിന്നെ ഞാൻ പറഞ്ഞു ബ്ലോക്ക് ഓഫ് അസറ്റ്സ് 2 മാർക്കിന്റെ ചോദ്യം, അഡീഷണൽ ഡിപ്രീസിയേഷൻ എന്താണ് 2 മാർക്കിന്റെ ചോദ്യം, ദെൻ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 5 മാർക്കിന്റെ പ്രോബ്ലം, ഇൻകം ഫ്രം ബിസിനസ് എന്താണ്, പ്രൊഫഷൻ എന്താണെന്നുള്ളത് 2 മാർക്കിന്റെ തിയറിയും, ഇതൊക്കെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട്. ഇങ്ങനെ പഠിക്കുക, ഈ രീതിയിലാണ് കാര്യങ്ങൾ വരാം, അതല്ലാണ്ട് കണ്ടുവരാറില്ല കേട്ടോ. മൂവിങ് ടു മൊഡ്യൂൾ നമ്പർ 4 ക്യാപിറ്റൽ ഗെയിൻ. ചെറിയ ചാപ്റ്റർ, നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. HP കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്ന ക്യാപിറ്റൽ ഗെയിൻ പഠിക്കുക, അതിനുശേഷം സാലറി, PGBP, ലാസ്റ്റ് അതർ സോഴ്സ്. ഞാൻ ഇങ്ങനെ പഠിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ക്യാപിറ്റൽ ഗെയിൻ 2 മാർക്കിന്റെ ചോദ്യങ്ങൾ, എസ്സേ 5 മാർക്ക്, ഇതൊക്കെ വരുന്നതാണ്. ചെറിയ ചാപ്റ്റർ, എന്താ വിറ്റപ്പോ മേടിച്ച വില വിറ്റ വില, ഇതിന്റെ ഡിഫറൻസ് ആണ് ഈ പറയുന്ന ക്യാപിറ്റൽ ഗെയിൻ. സിമ്പിൾ കൺസെപ്റ്റ് അത്രയേ ഉള്ളൂ. അതിൽ ഇൻഡെക്സേഷൻ്റെ കാര്യങ്ങൾ ലോങ് ടൈം വരുമ്പോൾ നോക്കി വെക്കുക, വളരെ ഈസി. അപ്പോൾ ക്യാപിറ്റൽ ഗെയിൻ ചാപ്റ്ററിൽ ആദ്യം തന്നെ ക്യാപിറ്റൽ അസറ്റ് എന്താണ്, അതിൽ ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ് എന്താണ്, ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് എന്താണ്, 2 മാർക്ക്. ട്രാൻസ്ഫർ എന്താണ്, നിർബന്ധമായും പഠിക്കുക. ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്താണ്, ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്താണ്, 2 മാർക്കിന്റെ ചോദ്യമാണ് ഇതൊക്കെ. ദെൻ അതിനുശേഷം നമുക്ക് പ്രോബ്ലത്തിന്റെ ഏരിയയിലോട്ട് പോകുമ്പോൾ കോസ്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് എന്താണ്, CII, നിർബന്ധമായും പഠിച്ചു വയ്ക്കുക. കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്താണ്, കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് എന്താണ്, ഇതൊക്കെ 2 മാർക്കിന്റെ ചോദ്യമായിട്ട് പ്രതീക്ഷിക്കാം. പിന്നെ നമുക്ക് പ്രോബ്ലം ആണ്, പ്രോബ്ലം നമുക്ക് 5 മാർക്കിൻ്റെയും പ്രതീക്ഷിക്കാം, എസ്സേക്കും. ഇപ്പോൾ എസ്സേക്ക് ഇടുന്നുണ്ട്, ആദ്യമൊക്കെ ഇതിൽ നിന്ന് 5 മാർക്കിൻ്റെ പ്രോബ്ലം മാത്രമാണ് വരാറ്, പക്ഷേ ഇപ്പോൾ 5 മാർക്കും എസ്സേയും വരാറുണ്ട്. വളരെ ഈസി ആയിട്ടുള്ള പ്രോബ്ലം ആണ്. പിന്നെ ഇതിൽ ഡിഡക്ഷൻ ഉണ്ട്, ഈ പറയുന്ന ക്യാപിറ്റൽ ഗെയിൻ്റെ, നമുക്കത് തിയറിക്കും പ്രതീക്ഷിക്കാം. പിന്നെ ആ ഡിഡക്ഷൻസ് നമുക്ക് ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആവശ്യം വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 5 മാർക്കിൻ്റെ ഒരു പ്രോബ്ലം, അതുപോലെ തന്നെ എസ്സേക്കും എക്സ്പെക്ട് ചെയ്യാം. ഈ പറഞ്ഞ തിയറി ചോദ്യങ്ങളൊക്കെ നോക്കി വയ്ക്കുക, ഇത് തന്നെ എല്ലാ പേപ്പറിലും വരുന്നതാണ്. ഞാനിപ്പോൾ പറഞ്ഞ ക്വസ്റ്റ്യൻസ് കേട്ടോ, ഈസി അല്ലേ. ക്യാപിറ്റൽ അസറ്റ് ഷോർട്ട് ടൈം, ലോങ് ടൈം, ക്യാപിറ്റൽ ഗെയിൻ ലോങ് ടൈം, ഷോർട്ട് ടൈം, പിന്നെ ഇതിൻ്റെ ഡിഡക്ഷൻസ് തിയറിയിൽ, പിന്നെ പ്രോബ്ലം, ട്രാൻസ്ഫർ എന്താണ്, ഈ കാര്യങ്ങളൊക്കെ കേട്ടോ. സോ ദാറ്റ്സ് അബൌട്ട് ക്യാപിറ്റൽ ഗെയിൻ. പിന്നെ വരുന്നത് ചെറിയൊരു ചാപ്റ്റർ ആണ്, ലാസ്റ്റ് ചാപ്റ്റർ, ഇൻകം ഫ്രം അതർ സോഴ്സസ്. സോ ഇതിൽ സാധാരണ കണ്ടുവരുന്നത് തിയറി ചോദ്യങ്ങൾ 1-2 പിന്നെ 5 മാർക്കിൻ്റെ ഒരു പ്രോബ്ലം. അപ്പോൾ ഇതിലാദ്യം തന്നെ ഡിവിഡൻറ്റിന് ഇൻകം ഫ്രം അതർ സോഴ്സ് എന്താണെന്ന് നോക്കാം. പിന്നെ ഇതിൽ വരുന്നത് ഡിവിഡൻറ്റ്, ക്യാഷ് ഇൻകം, വിന്നിങ് ഫ്രം ലോട്ടറി, അതൊക്കെയാണ്. പിന്നെ ഗിഫ്റ്റ്, ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഏരിയാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിവിഡൻറ്റ് എന്താണ്, ഡിവിഡൻറ്റിൻ്റെ ട്രീറ്റ്മെൻറ്റ് നോക്കുക. ക്യാഷ് ഇൻകം, വിന്നിങ് ഫ്രം ലോട്ടറി, ക്രോസ് വേർഡ് പസിൽസ്, ആ കാര്യങ്ങളൊക്കെ നോക്കുക. പിന്നെ ഗ്രോസിങ് അപ്പ് എന്താണ്, 2 മാർക്കിൻ്റെ തിയറി ചോദ്യം. ഫാമിലി പെൻഷൻ്റെ ട്രീറ്റ്മെൻറ്റ് നോക്കി വയ്ക്കുക, 2 മാർക്കിൻ്റെ ചോദ്യമായിട്ട് വരാം. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ്, 2 മാർക്ക് തിയറി. ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിയറി, ബോണ്ട് വാഷിംഗ് ട്രാൻസാക്ഷൻ എന്താണ്, 2 മാർക്കിൻ്റെ ചോദ്യത്തിൽ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും വരുന്നതാണ്, നിർബന്ധമായി നോക്കി വയ്ക്കുക. പിന്നെ TDS എന്താണ്, TCS എന്താണ് നോക്കി വയ്ക്കുക, 2 മാർക്കിൻ്റെ ചോദ്യമാണ്. പിന്നെ നമുക്ക് ഇതിലൊരു പ്രോബ്ലം ആണ് പ്രതീക്ഷിക്കുന്നത്, 5 മാർക്കിനൊരു പ്രോബ്ലം. ഇൻകം ഫ്രം അതർ സോഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഡീറ്റെയിൽസ് തന്ന് നമ്മുടെ അടുത്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 5 മാർക്കിൻ്റെ ഒരു പ്രോബ്ലം വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ പിന്നെ ഇതിൽ നോക്കേണ്ടത് ഗിഫ്റ്റിനെ പറ്റിയുള്ള ട്രീറ്റ്മെൻ്റ് ആണ്. ഗിഫ്റ്റ് എത്ര എമൗണ്ടിനായിട്ട് കൂടുമ്പോഴാണ് ടാക്സബിൾ ആവുക. ഗിഫ്റ്റിൻ്റെ ട്രീറ്റ്മെൻറ്റ്, ഫാമിലി പെൻഷൻ, പിന്നെ ഈ പറഞ്ഞ ക്യാഷ് ഇൻകത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ്, ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസിൻ്റെ തിയറി, ഇതൊക്കെ സെപ്പറേറ്റ് എടുത്ത് നോക്കി വയ്ക്കുക. പിന്നെ 5 മാർക്കിൻ്റെ ഒരു പ്രോബ്ലം, ഇൻകം ഫ്രം അതർ സോഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒന്ന്. ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സാധാരണ ഒരു 10 മാർക്കിൻ്റെ ചോദ്യങ്ങൾ വരുന്നൊരു ടോപ്പിക്കാണ് ഇൻകം ഫ്രം അതർ സോഴ്സ്. എസ്സേക്ക് സാധാരണ അവർ ഇട്ട് കണ്ടുവന്നിട്ടില്ല, വേറെ ടോപ്പിക്സ് അപ്പുറത്തുള്ളതുകൊണ്ട്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്ക്, ഇൻകം ഫ്രം അതർ സോഴ്സ്. അപ്പോൾ ഇതാണ് ഇൻകം ടാക്സ് ലോ ആൻഡ് അക്കൗണ്ട്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ മൊത്തം ചാപ്റ്റർ ഡീറ്റെയിൽസിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ വൈൻഡപ്പ് ചെയ്യുമ്പോൾ ആദ്യം പറയാനുള്ളത്, നമുക്ക് പാസ്സാകണമെങ്കിൽ എന്താ ഫോക്കസ് ചെയ്യേണ്ടത്, ഫസ്റ്റ് ചാപ്റ്റർ ബേസിക് കൺസെപ്റ്റ്, HP ക്യാപിറ്റൽ ഗെയിൻ. ലാസ്റ്റ് മൊമെന്റിൽ പഠിക്കുന്ന കുട്ടികൾ ഈ 3 ടോപ്പിക്സ് എങ്കിലും പഠിച്ചു വയ്ക്കുക, പാസ്സാകാൻ സാധിക്കും. ദെൻ
ഹൈ സ്കോറിലോട്ട് പോകണമെങ്കിൽ സാലറിയും എന്താണ് PGBPയും അതും കൂടി നോക്കി പിന്നെ അതർ സോഴ്സിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ 90%-നേക്കാൾ കൂടുതൽ സ്കോർ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. കാരണം അത് കുറച്ചും കൂടി വലിയ ചാപ്റ്റേഴ്സാണ്. ഏറ്റവും കൂടുതൽ മാർക്സ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ചാപ്റ്റേഴ്സ് സാലറി നമ്പർ 1, HP ഇതിൽ നിന്ന് വരുന്നു, ക്യാപിറ്റൽ ഗെയിൻ. ഇത് 3 ചങ്ക് ചാപ്റ്റേഴ്സാണ്. കാരണം 3 ചാപ്റ്റേഴ്സിൽ നിന്നും 3 പാർട്ടുള്ള ചോദ്യങ്ങൾ മസ്റ്റായിട്ട് പ്രതീക്ഷിക്കാം. അപ്പോൾ എന്താണ് ഈ പറഞ്ഞ പോലെ ആദ്യം മുതൽ പഠിച്ചു തുടങ്ങിയിട്ടുള്ള കുട്ടികളാണെങ്കിൽ ഹൈ സ്കോറിലോട്ട് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ഈ രീതിയിൽ ട്രൈ ചെയ്യുക. ദെൻ നേരത്തെ പറഞ്ഞ പോലെ ഒരാഴ്ച മുമ്പൊക്കെ പഠിക്കാൻ പോകുന്ന കുട്ടികളാണെങ്കിൽ മിനിമം ഞാൻ ഈ പറഞ്ഞ 3 ടോപ്പിക്സ് നോക്കി വയ്ക്കുക. ഇനി എപ്പോഴും ചോദിക്കുന്നതാണ് പ്രോബ്ലം സ്കിപ്പ് ചെയ്തിട്ട് തിയറി മാത്രം പഠിച്ചാൽ പാസ്സാകാൻ പറ്റുമെന്നുള്ളത്. ടു ഡിഫിക്കൽട്ട്. നമുക്ക് തിയറി വരുന്നത് ആദ്യത്തെ പാർട്ടിൽ തിയറി വരും. എന്താണ് 15 ചോദ്യങ്ങളാണ് നമുക്ക് ഫസ്റ്റ് പാർട്ടിൽ വരുന്നത്. അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ നമുക്ക് തിയറി കൂടുതൽ വരും. പിന്നെ നമുക്ക് ഈ പാർട്ട് ബിയും അതുപോലെ തന്നെ essay അതിലൊക്കെ പ്രോബ്ലംസ് ആണ് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ പ്രോബ്ലം സ്കിപ്പ് ചെയ്തിട്ടുള്ള പരിപാടികളില്ല. അപ്പോൾ പ്രോബ്ലത്തിലോട്ട് നിർബന്ധമായും ഫോക്കസ് ചെയ്യണം. പിന്നെ ഇത് ടാക്സ് ലോ ആണ്. തിയറി പഠിച്ചാലേ പ്രോബ്ലം നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്ത് പഠിക്കേണ്ട സബ്ജക്റ്റാണ് ഇൻകം ടാക്സ്, ലോ ആൻഡ് അക്കൗണ്ട്സ്. പഠിച്ചത് എന്താണ് മറന്നു പോകരുത്. കാരണം 6th ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ. ദെൻ കുറച്ച് സമയം കൊണ്ട് തന്നെ എൻറ്റയർ സബ്ജക്റ്റ് നിങ്ങൾക്ക് പഠിച്ച് അവസാനിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഓൺലൈൻ കോച്ചിങ്ങിന് ജോയിൻ ചെയ്യാം കേട്ടോ. സോ നെക്സ്റ്റ് അക്കൗണ്ടിങ് ഫോർ മാനേജ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.